കേരളം ഇതുപോലെ ഭരിച്ചു മുടിച്ച ഒരു സർക്കാർ അന്ന് ആർഷോ എവിടെയായിരുന്നു, SFI എവിടെയായിരുന്നു? നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടായില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഒരേ നിലപാട് തന്നെയാണ്. നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. SFI നടത്തുന്ന സമരത്തോടൊപ്പം ഞങ്ങളില്ല. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. SFI ഈ സുപ്രഭാതത്തിൽ ഇപ്പോ BJPയുടെ പ്രതിനിധി തന്നെ പറഞ്ഞല്ലോ, ഇവരെന്നാ സമരത്തിന് വരുന്നത്? നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ RSS ഏജന്റ് ആണെന്ന് പറഞ്ഞു വരുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണമില്ലേ ഈ മനുഷ്യന്? ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെ? നല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കേരളം ഇതുപോലെ ഭരിച്ചു മുടിച്ച ഒരു സർക്കാർ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ വാ മനസ്സിലായി സാറേ. എന്നിപ്പോ ഇങ്ങനെങ്ങാട്ട് പാട്ട് കേന്ദ്ര സർക്കാരിന്റെ ഇഷ്ടക്കേട് സമ്പാദിച്ച് പിരിച്ചുവിടാണെങ്കിൽ ഇട്ടിട്ട് ഓടിപ്പോകാം എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കും നിനക്ക് തോന്നുന്നുണ്ട്. ആർഷോ അറിഞ്ഞില്ലേ മുഖ്യമന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശുപാർശ പ്രകാരം ഗവർണർ നിയമിച്ചത്? ഞാൻ കരുതിയത് ഇവരൊക്കെ നിങ്ങളുടെ ആൾക്കാരാണെന്നാ. നിങ്ങളുടെ ആൾക്കാരെന്നാ ഞാൻ കരുതിയത്. ഈ അലവലാദികളോ, ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? ആർഷോ അറിഞ്ഞില്ലേ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ പഠിക്കാൻ വെച്ചത് അത് RSSന്റെ ചിന്താധാരയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു മര്യാദ വേണ്ട. എന്തിന്? ആർക്ക് വേണ്ടി? ഞാൻ എപ്പോഴും പറയാറില്ല ഇവന്മാര് ഭൂഷകളാണെന്ന്. അന്ന് ആർഷോ എവിടെയായിരുന്നു, SFI എവിടെയായിരുന്നു? നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടായില്ലേ? അത് പിന്നെ ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? അന്ന് ആർഷോ എവിടെയായിരുന്നു? അന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ RSS ഏജന്റ് ആണെന്ന്? അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടി മാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. ഞാൻ ചോദിക്കട്ടെ, പെൻഷൻ കിട്ടാതെ ഒരു ഭിന്നശേഷിക്കാരൻ പഞ്ചായത്തിന് ലെറ്റർ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലായിക്കോളൂ. ഏതെങ്കിലും MLAയുടെ മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവരൊക്കെ എന്നാ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നത്? ഈ ഘട്ടത്തിലൊക്കെ KSUവും യൂത്ത് കോൺഗ്രസും പ്രതിഷേധിച്ചപ്പോ ഞങ്ങളുടെ കരിങ്കോടി കണ്ടിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനെതിരെ തല്ലാൻ വന്ന ആളുകളെ ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് എൻഡോഴ്സ് ചെയ്തപ്പോ നന്ദി കാണിക്കാത്ത കൊണാപ്പൻ. അന്ന് ഞങ്ങളുടെ സമരത്തിനുള്ള അവകാശത്തെ എൻഡോഴ്സ് ചെയ്യാൻ, അത് ഉറപ്പ് നൽകാൻ SFI ഉണ്ടായിരുന്നോ? ഹലോ, ഗവർണർ ചെയ്ത ഈ നടപടി ശരിയല്ല. ഇതുപോലെ അന്ന് പറയാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറ്റിയോ? അല്ല, ചവിട്ടിയത് അണലിയാണില്ല. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, അധികാര സ്ഥാനത്തിരിക്കുന്നവർ അവരുടെ ആ സ്ഥാനത്തിനനുസരിച്ച് പ്രതികരിക്കണമെന്ന്. മിണ്ടില്ല ഞാൻ മോളെ നുള്ളിക്കളഞ്ഞില്ലേ? ഇത് ഞാൻ വേറെ ആർക്കെല്ലാം കൊടുത്തോളാം. അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഒരേ നിലപാട് തന്നെയാണ്. എന്താ രാമൻകുട്ടി വല്ലതും പറഞ്ഞായിരുന്നു? അല്ല, 16 മണിക്കെങ്കിലും സ്ഥലം വരെ പോകാൻ പറഞ്ഞു. 16 മണിയോ എന്ന് വെച്ച 4 മണി റെയിൽവേ ടൈം. മാധ്യമങ്ങളോട് ഇവർ ഇറങ്ങിപ്പോകാൻ പറയും. ഇവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഇവർ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കും. തീരെ തരം താണവരെ അങ്ങനെയൊക്കെ ചെയ്യും. ഇവർക്കെതിരെ ഒരു വാക്കുയർത്തിയാൽ പോലും അത് വധശ്രമമാണെന്ന് ഇവർ വ്യാഖ്യാനിക്കും. എക്സ്ക്യൂസ് മീ, ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട. എന്റെ ഫോൺ നമ്പർ മറക്കണ്ട. 2233 മനസ്സിലായില്ലേ? ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രിക, പുലിയാട്ടോ പാത്രിക, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി.